Today we are going to learn about the electrical properties of solids. Solidsനെ അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് അനുസരിച്ച് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. They are conductors, semiconductors and insulators. Solidsനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിലെ കണ്ടക്ടിവിറ്റിക്ക് അനുസരിച്ചാണ്. So you have to learn about the conductivity range of conductors, semiconductors and insulators. For conductors, the conductivity ranges from 10 raised to 4 to 10 raised to 7 ohm inverse meter inverse. You know ohm inverse meter inverse is the SI unit of conductivity. For metals, the conductivity is about 10 raised to 7. So they are good conductors. Next we are going to learn about the conductivity range of insulators. Insulators in the case conductivity range എന്ന് പറയുന്നത് വളരെ കുറവാണ്. It ranges from 10 raised to -20 to 10 raised to -10 ohm inverse meter inverse. However, in the case of semiconductors, കണ്ടക്ടിവിറ്റി റേഞ്ച് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിലായിരിക്കും. ഇറ്റ് ഈസ് അബൌട്ട് 10 raised to -6 to 10 raised to 4 ohm inverse meter inverse. Clear? You just consider a metal. For example, lithium ആയിക്കോട്ടെ. ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത് 1s2 2s1 ആണ്. നിങ്ങൾക്കറിയാം ലിഥിയത്തിന്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 2s1 ആണ്. അതിൽ ഒരൊറ്റ ഇലക്ട്രോൺ ആണുള്ളത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഒരു മെറ്റൽ എടുത്താൽ അതിൽ ഒരൊറ്റ ലിഥിയം ആറ്റം ആണ് ഉള്ളത്. അല്ല, there are billions of lithium atoms are there. So there are billions of valence electrons are there. ഈ വാലൻസ് ഇലക്ട്രോൺ എല്ലാം കമ്പൈൻ ചെയ്ത് ഒരു ബാൻഡ് ഫോം ചെയ്യും. So on the basis of band theory, we are going to explain about the conductors, the insulators and finally the semiconductors. Band theory വെച്ച് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും സെമികണ്ടക്ടേഴ്സും പറയുന്നതിന് മുന്നേ നമുക്ക് ബാൻഡ് തിയറിയത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ഒന്ന് ഓർമ്മിക്കാം. ഞാൻ പറഞ്ഞു ലിഥിയം ആറ്റത്തിന്റെ കേസിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എല്ലാം കമ്പൈൻ ചെയ്ത് ബാൻഡ് ആയിട്ട് മാറും. So the highly occupied band is known as valence band. Valence bandലാണ് ഇലക്ട്രോൺസ് ഉള്ള highly occupied ആയിട്ടുള്ള ബാൻഡ് ആണ് valence band. valence bandന് തൊട്ട് മുകളിൽ unoccupied ആയിട്ടുള്ള ബാൻഡ് ഉണ്ട്. It is known as conduction band. ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ ഗ്യാപ്പ് ഓർ എനർജി ഗ്യാപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിൽ ഏത് പറഞ്ഞാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ഗ്യാപ്പ് ആണ്. ക്ലിയർ? So when the electrons from the valence band moves to conduction band, it become conducting. Valence bandil ninnu electrons conduction bandilekku move ചെയ്താൽ, jump ചെയ്താൽ, it become conducting in nature. ഏത് മെറ്റൽ ആണോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണോ ആ മെറ്റീരിയലിന്റെ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്താൽ it become conducting in nature. സോ ഇത്രയും കാര്യങ്ങളുടെ ബേസിസിൽ നമുക്ക് ബാൻഡ് തിയറി വെച്ച് കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടക്ടേഴ്സ്. നിങ്ങളോട് ഞാൻ മെറ്റാലിക് സോളിഡ്സ് പഠിക്കുമ്പോൾ പറഞ്ഞു അവിടെ ഫ്രീ ഇലക്ട്രോൺസോ ഫ്രീ അയോൺസോ ഉണ്ടെങ്കിൽ മാത്രമേ ഇറ്റ് ബിക്കം കണ്ടക്ടിങ് ഇൻ നേച്ചർ. ഗ്രാഫൈറ്റിന്റെ കേസിൽ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ കണ്ടു. ദാറ്റ് ഫ്രീ ഇലക്ട്രോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിവിറ്റി ദർ. അതുപോലെ ഒരു കണ്ടക്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസോ ഫ്രീ ആയിട്ടുള്ള അയോൺസോ വേണം. മെറ്റൽസ് സോളിഡ് സ്റ്റേറ്റിലും അതുപോലെ മോൾട്ടൺ സ്റ്റേറ്റിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. എന്നാൽ അയോൺസ് വഴി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റില് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന്
അത് അയോൺസ് ആയാൽ മാത്രമേ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ. എന്നാൽ മെറ്റൽസിന് അത് ആസ് എ ഹോൾ സോളിഡ് ആയാലും മോൾട്ടൺ സ്റ്റേറ്റ് ആയാലും അതിലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നില്ലെങ്കിലും ഇറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ക്ലിയർ? ഒരു മെറ്റൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ലിഥിയത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞു അതിലെ വാലൻസ് ഇലക്ട്രോണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന്. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുക എന്ന് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ദ മോളിക്കുലാർ ഓർബിറ്റൽസ് that are close in energy combine to form band. നമ്മൾ നേരത്തെ 2 ടൈപ്പ് ബാൻഡ് കണ്ടു. ഹൈലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഫിൽഡ് ആയിട്ടുള്ള ബാൻഡിനെ നിങ്ങൾ വാലൻസ് ബാൻഡ് എന്നും അതിൽ ഫ്രീ ആയിട്ടുള്ള അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബാൻഡിനെ കണ്ടക്ഷൻ ബാൻഡ് എന്നും നമ്മൾ പഠിച്ചു. സോ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഒരുവിധം എല്ലാ മെറ്റൽസും they are good conductors of heat and electricity. കണ്ടക്ടേഴ്സിനെ എങ്ങനെയാണ് ബാൻഡ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. ഹൈലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബാൻഡിനെ വാലൻസ് ബാൻഡ് എന്നാണ് പറയുക. അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബാൻഡിനെ കണ്ടക്ഷൻ ബാൻഡും. ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പിനെ ഫോർബിഡൻ ഗ്യാപ്പ് എന്നോ എനർജി ഗ്യാപ്പ് എന്നോ ബാൻഡ് ഗ്യാപ്പ് എന്നോ പറയാം. സോ ഇൻ കേസ് ഓഫ് മെറ്റൽ this valence band and conduction band overlap each other. ഇവർ രണ്ടുപേരും ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ആരുടെ കേസിൽ? മെറ്റൽസിന്റെ കേസിൽ. സോ there is no energy gap or band gap between the valence band and conduction band in case of conductors. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ ഒരു എനർജി ഗ്യാപ്പ് നിങ്ങൾക്ക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ കാണാൻ സാധിക്കില്ല. ബിക്കോസ് ദേ ഓവർലാപ്ഡ് ഈച്ച് അതർ. സോ ദ ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി ഫ്ലോ ഫ്രം ദ വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. സോ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി പറയാം. ഹൈലി ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ബാൻഡാണ് വാലൻസ് ബാൻഡ്. അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. മെറ്റൽസിന്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ബാൻഡ് ഗ്യാപ്പ് ഇല്ല, എനർജി ഗ്യാപ്പ് ഇല്ല. സോ ഇലക്ട്രോൺസ് can easily flow from this valence band to conduction band. So they are good conductors of electricity. Clear? Next we are going to learn about insulators. നിങ്ങൾ ചെറുപ്പം തൊട്ട് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തതിനെയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുക. Why insulators are bad conductors എന്ന് നമുക്ക് ബാൻഡ് തിയറി വെച്ച് നോക്കാം. ഞാൻ പറഞ്ഞു ഹൈലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയാൽ മാത്രമേ they become conducting ആണല്ലോ. പക്ഷേ ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. There is a large forbidden gap, large energy gap between the valence band and conduction band. So the electrons from the valence band cannot jump into conduction band. മനസ്സിലാവുന്നുണ്ടോ? ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പ് വളരെ കൂടിയ കാരണം ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യാൻ സാധിക്കുകയില്ല. സോ ദേ ബിഹേവ് ആസ് ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയാൽ മാത്രമേ കണ്ടക്ടിങ് ആവുള്ളൂ. ഇവിടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ദേ ആർ ഇൻസുലേറ്റേഴ്സ് ഇൻ നേച്ചർ. നോക്കൂ, the gap between the valence band and the conduction band is large. Electrons cannot jump into conduction band. Such substances have low conductivity, thus that make it behave like an insulators. Example, plastic, wood and diamond. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ്. പേര് തന്നെയുണ്ട്, സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കണ്ടോ, വളരെ ചെറിയൊരു ഗ്യാപ്പാണ് ഇവർക്കിടയിലുള്ളത്.
അപ്പോൾ നമ്മൾ കുറച്ചൊരു എനർജി കൊടുത്താലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാലോ, ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹീറ്റ് സോഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കാം. നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ some more electrons from the valence band can move to conduction band, so its conductivity get increased. ഇങ്ങനെ ഇലക്ട്രോൺസ് ടെമ്പറേച്ചർ കൂട്ടി വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നത് വഴി അതിനൊരു കണ്ടക്ടിവിറ്റി കിട്ടും. പക്ഷെ ആ ഒരു കണ്ടക്ടിവിറ്റി റേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ അതിനുകൊണ്ട് നമുക്കൊരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂസോ ഒന്നും തന്നെ ഇല്ല. സോ വി ഹാവ് ടു തിങ്ക് അബൌട്ട് സം ആൾട്ടർനേറ്റീവ് മെത്തേഡ്. ഇങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ് സിലിക്കോൺ ആൻഡ് ജെർമാനിയം. സോ semiconductors can again classify into two. They are extrinsic semiconductor and intrinsic semiconductor. This extrinsic semiconductor can again classified into two. They are n-type semiconductor and p-type semiconductor. ഈ n-type semiconductor ഉം p-type semiconductor ഉം ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് n-type semiconductor and p-type semiconductor. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് നോക്കാം. സെമി കണ്ടക്ടേഴ്സിന്റെ പ്യുവർ ഫോമിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിന്റെ ഫോർ എക്സാമ്പിൾ സിലിക്കോൺ അല്ലെങ്കിൽ ജെർമാനിയം ഇവയുടെ എല്ലാം പ്യുവർ ഫോമിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ബൈ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ സം ഇലക്ട്രോൺസ് ഫ്രം ദ വാലൻസ് ബാൻഡ് ക്യാൻ ജംപ് ടു കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ അതിന്റെ കണ്ടക്ടിവിറ്റിക്ക് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട്. At room temperature, the number of electrons equal to number of holes. ഓരോ സിലിക്കന്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. Silicon shares its electron with the adjacent silicon atom to form covalent bond. You know, covalent bond is one of the strongest bond. So, this bond maintains the crystalline structure of silicon. The bond between the silicon atom is covalent bond. ഞങ്ങൾ ഒരു എനർജി കൊടുത്ത് ഈ കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങ് എസ്കേപ്പ് ആയി പോയി. സോ ഒരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അതിന് എന്ത് ചാർജാണ് വരിക? പോസിറ്റീവ് ചാർജാണ് വരിക. നിങ്ങൾക്കറിയാം സോഡിയം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് അത് Na+ ആവുന്നത്. അതുപോലെ സിലിക്കണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഇറ്റ് ബിക്കം എ പോസിറ്റീവ് ചാർജ്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ആയിട്ടൊരു ഹോള് ഒരു സിലിക്കണിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറ്റ് ഹാസ് എ ടെൻഡൻസി, ഒരു പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും ടു അട്രാക്ട് ദ നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് ഫ്രം നെയ്ബർ. ഇവിടെ നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് ആയിട്ടുള്ളത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. സോ ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സിലിക്കോൺ ഇതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സിലിക്കണിൽ നിന്നും ഇലക്ട്രോൺ അങ്ങ് വലിക്കും. ഇതിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആർക്കാണ് കിട്ടുക? ഈ സിലിക്കൺ ആണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? ഈ സിലിക്കൺ പോസിറ്റീവ് ചാർജ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ആൾസോ ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺ ഫ്രം നെയ്ബർ. അത് തൊട്ടപ്പുറത്തുനിന്ന് ഇലക്ട്രോൺ അതിന്റെ അടുത്തേക്ക് വലിക്കും. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഈ സിലിക്കണിന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ട് മാറും. സോ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് പോയത്? ഇങ്ങോട്ടാണ് പോയത്. അതിനുശേഷം ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടാണ് പോയത്. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായപ്പോൾ ആ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്തു? ഇവിടെ നിന്നാണ് ഇലക്ട്രോണെ അട്രാക്ട് ചെയ്തത്. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഇങ്ങനെ ഇലക്ട്രോൺ ഈ ഒരു സിലിക്കൺ അട്രാക്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്നൊരു ഇലക്ട്രോണെ ഇങ്ങോട്ട് വലിക്കുകയും ചെയ്തു. സോ പോസിറ്റീവ് ഹോൾസ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്.
So the positively charged hole and negatively charged electron moves in opposite direction. This movement of electrons and holes are responsible for the good conductivity of semiconductors, especially intrinsic semiconductor. Clear ആണല്ലോ? Next we are going to discuss about extrinsic semiconductor. Intrinsic semiconductorsന്റെ conductivity കൂടുന്നതിന് വേണ്ടി we are adding some amount of impurities. This type of semiconductors are known as extrinsic semiconductor. ഒരു പ്യുവർ ആയിട്ടുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഡോപ്പിംഗ് എന്നാൽ നമ്മൾ പറഞ്ഞു the conductivity of a metal can be increased by adding appropriate amount of suitable impurities. ഈ ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആണ് നമ്മൾ പ്യുവർ ആയിട്ടുള്ള സിലിക്കോണിലേക്കും ജർമാനിയത്തിലേക്കും ആഡ് ചെയ്യുന്നത്. So let us first discuss about electron-rich impurities. In case of electron-rich impurities, we are adding pentavalent species to silicon. എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇതൊരു സിലിക്കോണിൻ്റെ ക്രിസ്റ്റലാണ്. ഈ സിലിക്കോൺ ക്രിസ്റ്റലിലെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടി here we are doping silicon using pentavalent electron-rich phosphorus. You know silicon is tetravalent species. It has 4 electrons in the outermost shell. It uses these 4 electrons to form covalent bond with the neighboring silicon atom. So when you are doping the silicon with phosphorus, what will happen? നോക്കൂ നിങ്ങൾ. This phosphorus is a pentavalent species. Phosphorus uses 4 electrons in its valence shell to form covalent bond with the neighboring silicon atom. പക്ഷേ അതിൽ ഒരു ഇലക്ട്രോൺ ആരെയുമായി ബോണ്ട് ഫോം ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിസ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ടിവിറ്റി ഓഫ് ഡോപ്ഡ് സിലിക്കോൺ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ സിലിക്കോണിനെ ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള സ്പീഷീസുമായി, ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസ് ആവാം, അല്ലെങ്കിൽ ആർസനിക് ആവാം, ഇവയുപയോഗിച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബോണ്ടിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഈ ഒരു ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ദിസ് നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് is responsible for the conductivity of doped silicon. So this type of semiconductors are known as N-type semiconductor. Clear? But silicon and germanium belongs to group 14. Group 14 elements have 4 electrons in outermost shell. Here these 4 electrons are used for making 4 covalent bond with surrounding atom. When we doped this silicon with group 15 element, electron rich element like phosphorus or arsenic, which contain 5 valence electrons, they occupy some of the lattice site in silicon. ഫോസ്ഫറസിലെ 5 ഇലക്ട്രോൺ ഉണ്ട്. അതിലെ 4 ഇലക്ട്രോൺ they are used for the formation of covalent bond with the neighboring silicon atom. The 5th electron in phosphorus is extra and it is delocalized. These delocalized electrons increase the conductivity of doped silicon. This type of semiconductor is known as N-type semiconductor because here increase in conductivity is due to negatively charged electron. So നമ്മൾ first explanation വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് എഴുതാൻ കിട്ടുന്നില്ലേ? Next we are moving to the second category, electron deficient impurities. When you are doping your silicon with
electron deficient impurities like boron, aluminum, gallium, etc. This boron, gallium, aluminum ഇവയെല്ലാം 13 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. എങ്ങനെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉപയോഗിച്ച് സിലിക്കോൺ ഡോപ്പ് ചെയ്യുമ്പോൾ സിലിക്കോൺ കണ്ടക്ടിംഗ് ആയി മാറുന്നത് എന്ന് നോക്കാം. നേരത്തെ കണ്ട പോലെ ഒരു സിലിക്കോൺ എന്ന് പറയുന്നത് ടെട്രാവാലന്റ് സ്പീഷീസ് ആണ്. അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ആ 4 ഇലക്ട്രോൺസും അത് നെയ്ബറിംഗ് സിലിക്കോൺ ആറ്റവുമായി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നു. When you are doping your silicon with electron deficient trivalent impurities like boron, what will happen? ബോറോൺ എന്നുള്ളത് ട്രൈവാലന്റ് സ്പീഷീസ് ആണ്. അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 3 ഇലക്ട്രോൺസും ഉപയോഗിച്ച് അത് സിലിക്കോണുമായി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. Here the fourth valency of boron is missing. So there is a electron hole or electron vacancy is there. ഹോളിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ഈ ഒരു കേസിൽ നമ്മൾ കണ്ടു ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഹോൾ ഒരു ആറ്റത്തിന്റെ അടുത്തുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺ ഫ്രം നെയ്ബറിംഗ് ആറ്റം ആൻഡ് ഇറ്റ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസ്. ഈ ഒരു പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസ് തൊട്ടപ്പുറത്തുനിന്നുള്ള സിലിക്കണിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കടം വാങ്ങും ആൻഡ് ദിസ് സിലിക്കൺ ബിക്കം പോസിറ്റീവ്ലി ചാർജ്. ഇങ്ങനെ ഹോൾസ് ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ആ ഹോളിന്റെ വാക്കൻസി ഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രോൺ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ്മെന്റ് ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണമെന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ അതുപോലെ ഈ സിലിക്കോണിനെ ബോറോൺ ഉപയോഗിച്ച് നിങ്ങൾ ഡോപ്പ് ചെയ്യുമ്പോൾ ബോറോൺ ചുറ്റുമുള്ള 3 ഇലക്ട്രോൺ ഉപയോഗിച്ച് they form covalent bond. One side remain vacant. This is a positive hole. നിങ്ങൾ ആ സിലിക്കോണിന് കണ്ടതുപോലെ ഈ പോസിറ്റീവ് ഹോള് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം സിലിക്കോൺ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ഗ്രൂപ്പ് 14. ഇറ്റ് ഈസ് ഡോപ്ഡ് വിത്ത് ഗ്രൂപ്പ് 13 എലമെന്റ്സ്. ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ പ്രത്യേകത ദേ ആർ ട്രൈവാലന്റ്. അതിന്റെ വാലന്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ദിസ് 3 ഇലക്ട്രോൺസ് of boron, it is used to form covalent bond with 3 electrons of silicon. നാലാമത്തെ സിലിക്കോണുമായി ബോണ്ടിൽ ഏർപ്പെടാൻ അവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഇല്ല. ദാറ്റ് സൈഡ് റിമെയിൻ വാക്കന്റ്. അവിടെ ഒരു ഇലക്ട്രോണിക് ഹോൾ ഉണ്ടായി, ഇലക്ട്രോൺ വാക്കൻസി ഉണ്ടായി. An electron from a neighboring atom can come and fill the electron hole, but leave an electron hole at its original position. എവിടെ നിന്നാണോ ഇലക്ട്രോൺ പോയി ഫില്ലായത് ആ പോയ സ്ഥലത്ത് പോസിറ്റീവ് ഹോൾ വരും. റിസൾട്ടിങ് ഇൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഹോൾ in the direction opposite to that of the electron that filled it. ഹോൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിന്റെ അടുത്തോട്ടാണ് മൂവ് ചെയ്യുക. എന്നാൽ ഹോൾസ് പോസിറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് അത് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിന്റെ അടുത്തോട്ടാണ് മൂവ് ചെയ്യുക. ശരിക്കും ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ആസ് this positively charged holes move towards negatively charged plate. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ ഹോൾസ് ആണ് മൂവ് ചെയ്യുന്നത് എന്നാണ്. So this type of semiconductor is known as p-type semiconductor. Next we are moving to the application of n-type and p-type semiconductor. സെമി കണ്ടക്ടറിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് ഡയോഡാണ്. ഡയോഡ് എന്ന് പറയുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും കോമ്പിനേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ റെക്ടിഫയർ.
എന്താണ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് കൺവേർട്ട് AC alternating current to direct current. Second one, transistor. Transistor is made by sandwiching a layer of one type semiconductor between two layers of other type. താഴെ N ആണെങ്കിൽ മുകളിലും N ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഉണ്ടാവുക P ടൈപ്പ് ആണ്. ഇനി അതല്ല, താഴെ P ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്, മുകളിൽ P ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്, അതിൻ്റെ ഇടയിൽ ഉണ്ടാവുക N ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡയോഡാണ്, ഒരു ആപ്ലിക്കേഷൻ ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡിന് റിമാർക്കബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ടൈറ്റാനം ഓക്സൈഡ്, CrO2, ReO3 ഇവയെല്ലാം മെറ്റൽ പോലെയാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. റീനിയം ഓക്സൈഡ് മെറ്റാലിക് കോപ്പർ പോലെയാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റിയും അതുപോലെ അപ്പിയറൻസും. വനേഡിയത്തിൻ്റെ ഓക്സൈഡ്സിന് മെറ്റാലിക്കും ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്. എ ലാർജ് വെറൈറ്റി ഓഫ് solid state materials can be prepared by the combination of group 13 and 15 or 12 and 16 to stimulate the average valence of 4 as in silicon or germanium. ഈ ഒരു ക്ലാസ്സിൽ സോളിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പഠിച്ചത്. കണ്ടക്ടേഴ്സിനെ പറ്റിയും ഇൻസുലേറ്റേഴ്സിനെ പറ്റിയും സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയും പഠിച്ചു. സെമി കണ്ടക്ടറിലെ N ടൈപ്പ് സെമി കണ്ടക്ടറും P ടൈപ്പ് സെമി കണ്ടക്ടറും പഠിച്ചു. ഇതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സുമാണ്.